നമസ്കാരം. KSRTC യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും സന്തോഷ വാർത്ത. സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇന്ന് ജൂൺ 15 രാവിലെ 7:30 തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിൽ വെച്ച് നടന്ന ഉദ്ഘാടനത്തോടെ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇനി മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാം. ശ്രദ്ധിക്കുക, രാവിലെ 9 മണിക്ക് ശേഷമാണ് ഈ സൗജന്യ യാത്ര സാധ്യമാവുക. ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയാം. വീഡിയോ അവസാനം വരെ കാണണേ. കേരളത്തിലെ പൊതുഗതാഗത ചരിത്രത്തിലെ വലിയൊരു മാറ്റമാണിത്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും വീട്ടമ്മമാർക്കും ഇത് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. പ്രധാനമായും ഓർഡിനറി വിഭാഗം ബസ്സുകളിലാണ് ഈ സൗജന്യം ലഭിക്കുക. എങ്ങനെയൊക്കെയാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. എല്ലാ ബസ്സുകളിലും സൗജന്യമില്ല. ഈ പറയുന്ന ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കൂ. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി. രാവിലെ 9 മണിക്ക് ശേഷമേ ഈ സൗജന്യ യാത്ര ലഭ്യമാകൂ. സീറോ ടിക്കറ്റ് പണം നൽകേണ്ടതില്ലെങ്കിലും ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടറിൽ നിന്ന് സീറോ ടിക്കറ്റ് നിർബന്ധമായും വാങ്ങണം. ഇത് യാത്രക്കാരുടെ കണക്ക് സൂക്ഷിക്കാൻ അത്യാവശ്യമാണ്. 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് പകുതി ടിക്കറ്റും 12 വയസ്സ് കഴിഞ്ഞവർക്ക് മുഴുവൻ ടിക്കറ്റും എടുക്കേണ്ടതുണ്ട്. ടിക്കറ്റ് ചാർജ് മാത്രമാണ് സൗജന്യം. സ്ത്രീകൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾ നേരത്തെ പോലെ തന്നെ ലഭ്യമായിരിക്കും. മറ്റ് യാത്രാ നിയമങ്ങൾ എല്ലാം എല്ലാവർക്കും ബാധകമാണ്. ദിവസവും പലതവണ ബസ് മാറി യാത്ര ചെയ്യുന്നവർക്ക് ഈ പദ്ധതി വഴി വലിയ തുക ലാഭിക്കാൻ സാധിക്കും. KSRTCയെ കൂടുതൽ ജനകീയമാക്കാൻ ഈ നീക്കം സഹായിക്കും. ഈ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുമോ? താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.